ഇവിടുന്ന് വിധുവിൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാട്ടെ. ഇത് ബർത്ത്ഡേയുടെ തലേ ദിവസം, അതായത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. നമ്മൾ 3 പേരെയും കൊണ്ട് മുടി വെട്ടാൻ പോയതാട്ടോ. തലയോലപ്പറമ്പിലുള്ള മിയാമിയിലാണ് പോയത്. നമ്മൾ സ്ഥിരം എടുത്ത ആൾ മാറിയത് കൊണ്ട് ചേട്ടായിക്ക് അവിടെ അവന്മാരെ കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ദേവൻ്റെ മുടി ഒരു പ്രാവശ്യം വെട്ടി കുളമാക്കിയത് കൊണ്ട് ദേവൻ്റെയും ചേട്ടായുടെയും മുടി പെട്ടെന്ന് വളരും, വിധുവിൻ്റെ അങ്ങനെ വളരത്തില്ല. അപ്പോൾ ബർത്ത്ഡേയുടെ ഫോട്ടോ എടുക്കണം, ആ ടൈം ആകുമ്പോൾ വെട്ടാമെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ എന്തായാലും എടുക്കണില്ല, അപ്പോൾ പിന്നെ തലേ ദിവസം വെട്ടാമെന്ന് വിചാരിച്ചു. ഫോട്ടോ എടുക്കാത്തത് നമുക്ക് ക്യാമറ കിട്ടി, പക്ഷേ എടുക്കാനായിട്ട് ആളില്ല. എടുക്കാൻ ഇപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കൂടെ, പക്ഷേ എനിക്ക് എഡിറ്റ് നല്ലപോലെ ചെയ്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു ഏരിയ നോക്കിയില്ല. വിധുക്കുട്ടിനെ മുടി വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു റെഫറൻസ്, അത് വെച്ചാണ് നമ്മൾ വെട്ടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വിധുക്കുട്ടൻ കുഞ്ഞായതുകൊണ്ട് അവന് നമ്മളിങ്ങനെ അധികം വരയും കുറിയൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതായിരുന്നു റെഫറൻസ്. അതേപോലെ ദേവൻ എങ്ങനെയാണോ വെട്ടിയത് അതേപോലെ തന്നെ വിധുവിനും ചേട്ടായിക്കും വെട്ടിക്കോളാൻ പറഞ്ഞിട്ടോ. ദേവനാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നും തരും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ബ്ലേഡ് കൊണ്ട് വടിക്കണതുകൊണ്ട് വിധുക്കുട്ടൻ ഇരിക്കാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടെ 3-4 ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ ചോദിച്ചപ്പോഴും അവർ പേടിയാണെന്നാണ് പറഞ്ഞത്. ഓണർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തു തന്നേനെ. പുള്ളി ഉച്ച നേരമായതുകൊണ്ട് ഉണ്ണാൻ പോയി. നമ്മൾ ഉച്ചയായപ്പോഴാണ് വന്നത്. ദേവന് സെലിബ്രേഷനായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു ഇത് കേട്ടോ. ദേവനും വിധുവൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവനാണെങ്കിൽ കണ്ണാടിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, എന്താ ചെയ്യണേ. അപ്പോൾ ഫൈനലി ഇതായിരുന്നു ലുക്ക്. ദേവൻ്റെ മുടിയിൽ അവർ ജെല്ലും കാര്യങ്ങളൊക്കെ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാട്ടോ. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞാനും അമ്മയും വിധുവും ദേവനും കൂടി നമ്മുടെ തിരുപുരത്തുള്ള അമ്പലത്തിൽ പോവാണ്. തിരുപുരം ക്ഷേത്രത്തിൽ പോവാണ് തലയോലപ്പറമ്പിൽ. രാവിലെ എണീറ്റ് റെഡിയായിട്ടുണ്ട്. ചേട്ടായി വരുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടിക്കാണ് പോയത്. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനാകെ 3 പ്രാവശ്യം ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. ആദ്യം ദേവനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വന്നു, പിന്നെ ഒന്ന് തൊഴാനായിട്ട് വന്നു, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പൂരം നടക്കുമ്പോൾ തലയോലപ്പറമ്പിൽ പോകാറുണ്ട്, സ്റ്റാൻഡിൽ അല്ലാണ്ട് പോകാറില്ല കേട്ടോ. അമ്മയൊക്കെ ഇവിടെ സ്ഥിരം വരാറുണ്ട്. അപ്പോൾ വിധുവും ദേവനും അമ്പലത്തിൽ ഒത്തിരി മുറ്റമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുകയാണ്. വിധുക്കുട്ടനെ അങ്ങനെ കളം പോലെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഓടിയൊക്കെ നടക്കുവാണ്. പുള്ളി വലിയ ആളാണെന്നും പറഞ്ഞ് നടക്കും. അപ്പോൾ ഞാൻ പുള്ളിയുടെ 2 പേർക്കും അമ്പലത്തിൽ കാണിക്കിടാൻ ചില്ലറ വേണം, അത് അമ്മയോട് ചോദിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പോൾ വിധുവിൻ്റെയും ദേവൻ്റെയൊക്കെ പേരിൽ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണം. വിധുവിൻ്റെ പേരിൽ നമ്മളൊരു നെയ്വിളക്ക് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചരട് തൂങ്ങിക്കിടക്കണ കണ്ടപ്പോൾ ദേവന് ചരടും പൂജിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ചെയ്ത് കിട്ടും. അകത്താണേലും തൊഴുകാൻ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം പൂജിച്ച് വഴിപാടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് തലയോലപ്പറമ്പിലേക്കാണ്. ഇതുകൂട്ടൻ അലമ്പായിരുന്നു കേട്ടോ, അമ്പലത്തിനകത്ത് പോകാമെന്നും പറഞ്ഞ്. നമ്മൾ നേരെ ചെന്നത് സിയോണിലേക്കാണ്. നമുക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉടനെ വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡെക്കോറിനുള്ള സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കടയിൽ നല്ല തിരക്കായിരുന്നു അത്യാവശ്യം. ഇത്തവണ ഞാൻ ലേറ്റായി പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ക്രിസ്മസിൻ്റെ സാധനമൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ലേറ്റായി പോയത് കൊണ്ടായിരിക്കാം മേ ബി. രാവിലെയും നല്ല തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ പള്ളിക്കാരൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് വേണമായിരുന്നു, കുറച്ച് ബോൾസ് വേണമായിരുന്നു, പിന്നെ മാതാവ് അതൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് രാവിലെ തന്നെ പോകുന്നു. ദേവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അത് വേണം ഇത് വേണം, ക്രിസ്മസ് അപ്പൻ്റെ ആ ഫേസ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വിധുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആട്ടോ. പുറകിൽ അനുമോളും കാര്യങ്ങളൊക്കെ അനുമോൾ ഇരിപ്പുണ്ട്, വിധുവുണ്ട്, ദേവനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വിധുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. പിന്നെ നമ്മൾ തലയോലപ്പറമ്പിലൊക്കെ ഒന്ന് പോയി ബിരിയാണിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. ചെറിയ പരിപാടി, ഒരു 10-30 പേരുടെ പരിപാടിയുള്ളൂ. നമ്മൾ വിധുക്കുട്ടൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചില്ലായിരുന്നു ആദ്യത്തേത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാമിലി മാത്രം, പിന്നെ നമ്മുടെ അടുത്തുനിന്ന് 2-3 അയൽവക്കത്തുനിന്ന് 2-3 വീട്ടുകാർ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. കേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ചിക്കനും ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അനുമോൾ ഇവിടെ ഉണ്ടായിരുന്നു, അവളെ അന്ന് ഹെൽപ്പിന് വിളിച്ചാട്ടോ. വിധുക്കുട്ടൻ ഇവിടെ ഇല്ല, വിധുക്കുട്ടൻ വാവച്ചിയുടെ അടുത്താണ്. നമ്മൾ വൈകുന്നേരം 7-7:30 ആകുമ്പോഴാണ് കേക്ക് മുറിക്കണേ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ഞാനാന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തേക്കണം കേട്ടോ. ദേവൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് എളുപ്പം എന്ന് കരുതി. പിന്നെ ഉണ്ടാക്കാനും എനിക്കും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാം ഒന്ന് അടുപ്പിച്ച് കിട്ടിയാൽ മതി. അപ്പം
ഒരു 1 മണി 1:30 ആകുമ്പോൾ നമുക്കൊരെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചാട്ടോ. കേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോ ഇത്തവണ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ക്യാമറയുണ്ട്, പക്ഷെ ഫോട്ടോ എടുക്കാൻ ആരില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ദേവൻ്റെ എല്ലാത്തിനും നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ്റെ മാത്രം ഫോട്ടോ എടുക്കാനായിട്ട് ഇല്ല. അപ്പോൾ ഡ്രസ്സ് ഞാൻ നല്ലതൊന്നും എടുത്തില്ല, വീട്ടിടാനായിട്ടൊക്കെ കുറച്ചുള്ളത് എടുത്തുള്ളൂ. ഫോട്ടോ എടുക്കാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊരു വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. സാരമില്ല, നമുക്ക് അടുത്ത ബർത്ത്ഡേ അടിപൊളിയാക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിധുക്കുട്ടനെ വിഷ് ചെയ്യണം, വിധുക്കുട്ടൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി എന്തോരൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറ്റണമൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അനുമോളുണ്ട്, അവളെ കൊണ്ടാണേലും ഒക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും തലയിലപ്പറമ്പിൽ മരിയയിലേക്ക് വന്നു കേട്ടോ. നമുക്ക് ബർത്ത്ഡേയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു, ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അത് മേടിക്കാനായിട്ട് പോകുന്നു. ഞാൻ ഈ വീഡിയോ 3, 4, 5 പ്രാവശ്യം ഓൾറെഡി എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ യൂട്യൂബുകാരുടെ ടേംസ് ആൻഡ് പോളിസിക്ക് എഗനസ്റ്റ് ആണെന്നും പറഞ്ഞ് അവരത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഈ വീഡിയോ ഈ ഭാഗത്തൊക്കെ ഞാൻ ഒരു പാട്ടാണ് ഇട്ടത്, അതായത് ഒരു ബീജിയമാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് മേ ബി തോന്നുന്നത്. ഇനിയിപ്പോൾ ഞാൻ 3 പ്രാവശ്യം അല്ലാണ്ട് ഡബ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ഞെക്കിയപ്പോൾ ഫുൾ ഡബ് ചെയ്തത് പോയി, അതായത് വോയിസ് ഓവർ കൊടുത്തത് പോയി. അപ്പം ഞാൻ വീണ്ടും ഇരുന്ന് കൊടുക്കുവാണ്. കൊടുത്ത് ഞാൻ മടുത്ത് ഗൈസ്. അപ്പോൾ ഇനി ഇത് റിപ്പോർട്ട് അടിക്കുവാണെങ്കിൽ ഞാൻ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇടാൻ ചാൻസ് ഇല്ല. എനിക്ക് വിധുക്കുട്ടന് ദേവൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഗിഫ്റ്റ് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. ആ ഒരു ഐറ്റം അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചെന്ന് കണ്ടപ്പോഴേ ഒരു കുഞ്ഞു മാലാഖ അവിടെ ഇരിക്കണം കേട്ടോ. അതിട്ടെൻ്റെ കണ്ണൊന്നും ചെറുതായിട്ട് പോയായിരുന്നു. അപ്പം ഞാൻ അതവിടെ മാറ്റി വെച്ചു. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ പ്രൈസിലായിരുന്നു അത് കേട്ടോ. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതും മേടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഞാൻ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിച്ചു. സാധാരണ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒക്കെയാണ് ഓർഡർ ചെയ്യണത്, മീഷോയിൽ നിന്നൊക്കെ. ഇത്തവണ നമുക്കത് ഒരു വ്ളോഗാക്കാമെന്ന് കരുതി, ബർത്ത്ഡേ പർച്ചേസിംഗ് എന്ന് പറഞ്ഞ് ഒരു വ്ളോഗാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്റ്റ് പോയി മേടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതെനിക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ബലൂൺ തൂക്കാനുള്ള വള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ അതൊക്കെ ഉണ്ടാകാറുണ്ട്, നമ്മളിങ്ങനെ ഒരു കിറ്റ് മേടിക്കുമ്പോൾ, ഒരു കോംബോ പാക്ക് മേടിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. അതാകുമ്പോൾ എളുപ്പമാണ്, നമുക്ക് തന്നെ ചെയ്യാം. ഇത് ഭയങ്കര ഒരു രസമായില്ല ചെയ്തത്. പിന്നെ നമ്മൾ അതിനകത്ത് ഡബിൾ സൈഡ് ടേപ്പുണ്ട്, ബലൂൺ വീർപ്പിക്കാൻ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തത് 3 തൊപ്പിയാണ് ഇവന്മാർക്ക്, വിധുവിനും ദേവനൊക്കെ വെക്കാനായിട്ട്. നമ്മൾ ബിരിയാണിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത് കാണിക്കുമ്പോൾ ഒരു ഉച്ച നേരമായിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ണാനായിട്ട് കറി, അയിലക്കറി ഉണ്ട്, അച്ചിങ്ങാത്തോരനുണ്ട്, അയില വറുത്തുണ്ട്, പിന്നെ നമ്മൾ ചിക്കൻ വറുക്കുന്നുണ്ട്. അതും കൂടി കൂട്ടി അച്ചായി വന്നിട്ടുണ്ട്. അച്ചായിക്കും ചേട്ടായിക്കും വിധുവിനും ദേവനും കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടായി വന്നപ്പോൾ ചിക്കനും മേടിച്ചുകൊണ്ടാണ് വന്നത്. ഈ ചിക്കൻ പോരാഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കഴുകി നല്ല ക്ലീനാക്കി ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കളർ പൊടി കൂടിപ്പോയി. ഞാൻ ആ കളർ പൊടിയുടെ ടിന്നെടുത്തപ്പോൾ പാകത്തിന് എടുത്താണ്. അപ്പോൾ ഒന്നും കൂടി ചരിച്ചപ്പോൾ ഒരു കുഞ്ഞുണ്ടയും കൂടി അതിനകത്ത് വീണ് കേട്ടോ. പിന്നെ ഞാനത് കൈകൊണ്ട് പിടിച്ചപ്പോൾ പൊടിഞ്ഞും പോയി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനത് മൊത്തം പുരട്ടി അതിനകത്തേക്ക് വെച്ചു. പിന്നെ രണ്ടാമത് ചിക്കൻ കൊണ്ടുവന്നും കൂടി മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതും നടന്നില്ല. അങ്ങനെ പിന്നെ ഫുഡ് കുറച്ച് ഫ്ലോപ്പായിരുന്നു കേട്ടോ. നമുക്ക് ഇതൊന്നും വെക്കാനുള്ള പാത്രം നമ്മുടെ കയ്യിലില്ലായിരുന്നു. ബിരിയാണി റൈസാണേലും ചിക്കൻ ആണേലും വെക്കാൻ പറ്റിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 2 ട്രിപ്പായിട്ടൊക്കെയാണ് വെച്ചത്. അതുകൊണ്ട് കുറച്ച് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അമ്മ രണ്ടാമത് ചിക്കൻ വറുക്കാനിട്ടു. ആദ്യത്തെ ചിക്കൻ വറുത്ത് കോരി. കളറൊക്കെ കാണുമ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണെങ്കിൽ പോലും പക്ഷേ ഇത്രയും കളർ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണത് അത്ര നല്ലതല്ല കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ സവോള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് അരിയാനുണ്ട്. അതായത് ബിരിയാണിയിലേക്ക് വേണം, ചിക്കനിലേക്ക് വേണം, ചർലാസിനൊക്കെ വേണമല്ലോ. അപ്പോൾ ഉള്ളി, പച്ചമുളക്, തക്കാളി, ക്യാരറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മീൻ ഉച്ചത്തേക്കുള്ളത് വറക്കണു. അങ്ങനെ കാര്യങ്ങളൊക്കെ തകൃതിയായി. ഭയങ്കര ഒരു ഹറിബറി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ സമയം എടുക്കുവാണല്ലോ. അനുമോൾ എൻ്റെ കൈ കൂടെ ഉണ്ടായിരുന്നു. അവളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുള്ളത് നന്നായി എന്ന് വെച്ചാൽ ഒരു കൈസഹായത്തിനൊരാളായി. അപ്പോൾ അവൾ ചിക്കൻ ക്ലീൻ ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളിക്കാരി കാണും കേട്ടോ. അതായത് ഞാൻ വിളിക്കുമ്പോഴേ വരാക്കിയെന്ന് പറയൂ. ഇതുവരെ ഒരു മുടക്കോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ വിധുക്കുട്ടൻ അവിടെ നിന്ന് ഓൾറെഡി ചോറുണ്ടതാണ്. ഇവിടെ പുള്ളിക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചോറ് കുറച്ച് തിന്നോളൂ, അതായത് കഴിച്ചോളൂ 2-3 വായ്ക്കൊക്കെ. അപ്പോൾ അത് കഴിക്കുവാണ്. അനുമോള് സബോള അരിയണു. ഞാനൊന്നും ചെയ്യണില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞുകൊണ്ട് ഞാൻ
അതൊന്ന് ബ്ലീഡിങ് നിൽക്കട്ടെ എന്നോർത്ത് മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ അതേ ചിക്കനൊക്കെ വറുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കിയായിരുന്നു. എനിക്ക് ഈ വീഡിയോ എടുത്തതിന് അരമോളാട്ടോ. ഇവിടെ വരെയും ചിക്കൻ കറി പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഇളക്കണ വരെയും ചിക്കൻ കറിയുടെ എല്ലാം കറക്റ്റായിരുന്നു. ചിക്കൻ കറി അടിപൊളിയായിരുന്നു കണ്ടോ. ഇളക്കാൻ ഭയങ്കര പാടാണ്, കാരണം പാത്രത്തിൽ കൊള്ളുകയില്ല ചിക്കൻ. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യും പോലെ അതായത് വേറൊരാളുടെ അഭിപ്രായം കേൾക്കാൻ നമ്മൾ പോകരുത്. നമ്മളെങ്ങനെയാണോ ആ ചിക്കൻ കറി വെക്കണം ആ ഒരു രീതി തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പാളിപ്പോവും ഗൈസ്. എനിക്ക് പറ്റിയതാണ് അതാണ്. ഇപ്പം നമ്മളൊരു പരിപാടി നടക്കുമ്പോൾ എല്ലാവരും കാണുമല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പലവരുടെ അഭിപ്രായം വരും. നമ്മൾ വീട്ടിൽ വന്നിരിക്കും കേട്ടോ. എൻ്റെ വീട്ടിൽ എന്താ ബിരിയാണി ചെമ്പ് എടുക്കാനായിട്ട് വന്നതാണ്. അവിടെ നമ്മൾ 6 കിലോ വീണോ ദേവനും ഉണ്ട്, അനുമോള് വണ്ടി കൊണ്ട് വെക്കാൻ പോയി കേട്ടോ. 6 കിലോ ഒക്കെ അടുത്തായിരിക്കും ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി തികഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് അപ്പോൾ നമ്മൾ അത്ര ഇടുന്നുണ്ട്. അപ്പം അതിന് പറ്റിയ പാത്രം വീട്ടിലില്ല. അപ്പം ഇവിടെ ഇരിപ്പുണ്ട് അമ്മ എടുത്ത് ഉണ്ടാതെ. അപ്പോൾ അതെടുക്കാൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തലയിലപ്പുറപ്പിൽ പോകണം. ഞാൻ വിതുക്കുട്ടന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഇവനെ കൊണ്ട് കൊടുപ്പിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ആ സമയത്ത് കൊടുക്കാനായിട്ട്. അത് ഞാൻ അവിടെ വെച്ച് മറന്നു പോയി കേട്ടോ. ഇനി അതൊന്ന് ചെന്ന് എടുത്തുകൊണ്ട് വരണം. ഇനി ചെല്ലുമ്പോൾ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊന്ന് എടുക്കണം. പിന്നെ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാം. ചള്ളാസിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബിരിയാണിയുടെയൊക്കെ വ്ളോഗ് എടുക്കാത്തതിന് വെച്ചാൽ നമ്മൾ കുറേ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കണമൊക്കെ ഇട്ടാല് അതുകൊണ്ടാട്ടോ എടുക്കാത്ത. നമ്മൾ വീട്ടിൽ വന്നു. അച്ചായി വീട്ടിലുണ്ട്. അമ്മ തൊഴിലുറപ്പിന് പോയേക്കും. അപ്പോൾ അമ്മയൊക്കെ വന്നോളും. അച്ചായി ഇത് കൂട്ടിനൊരു സൈക്കിളാട്ടോ മേടിച്ചത്, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. ഓൺലൈനിൽ നിന്ന് 24-ാം തീയതി കാണിക്കണേ. അപ്പോൾ ഫോൺ ഷെയ്ക്കാണ്. ഞാൻ വീട്ടിൽ കയറിച്ച് വെള്ളം കുടിക്കട്ടെ. ഇതെടുക്കാനാണ് വന്നത്, പക്ഷെ ഇതിലും കൊള്ളുമെന്ന് എനിക്ക് തോന്നണില്ല. കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ആ ബിരിയാണി വെക്കാനുള്ള പാത്രം ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു, അതെടുക്കാൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ആകെ ബിസിയായി. പിന്നെ പാത്രം അന്വേഷിച്ചൊക്കെ നടപ്പായി. അപ്പോൾ രാത്രി ഇതിനിടയ്ക്ക് നമ്മൾ കേക്ക് മേടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിറ്റ വന്നു, അപ്പു വാവച്ചി വന്നു, എല്ലാവരും വന്നു. പിന്നെ നമ്മുടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ട് ദേവന ജേസവിക്കാണ്. അനുമോൾ എടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഇത് കൂട്ടനെ അണ്ണ പൊട്ടിക്കൊന്നും വേണ്ട, അവന് കയ്യിൽ കൊടുത്താൽ മതി. ഒരു ഉമ്മ കൊടുത്ത് താങ്ക് യു പറഞ്ഞു ഇത് കൂട്ടാ. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു വിതുക്കുട്ടൻ്റെ മൂഡ് മാറുമോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയൊക്കെ കാണുമ്പോൾ, പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. പുള്ളി പക്കയായിട്ട് ഇരുന്ന് കേട്ടോ. നമ്മൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കുമ്പോൾ വെക്കാനായിട്ട്. അപ്പോൾ വാവച്ചിയും വിതുക്കുട്ടൻ അപ്പും കൊണ്ടൊന്ന് ഉടുപ്പാട്ടോ അവൻ ഇട്ടേക്കണത്. പാർട്ടി പ്രോപ്പർ പാളിപ്പോയായിരുന്നു. മൊത്തം വെള്ളിയാണല്ലോ, പാളിപ്പോയായിരുന്നു. പൊട്ടിച്ചപ്പോൾ തിരിച്ച് പിടിച്ച ഭാഗത്തായിരുന്നു അത് പൊട്ടിത്തെറിക്കേണ്ട ആ ഭാഗം വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറന്നുപോയി ക്യാൻഡിൽ ഊതാനായിട്ട്. അതവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവൻ്റെ കൈ JCBയിലേക്ക് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പുള്ളിക്ക് അത് കണ്ടിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. ഞാൻ ചെന്ന് ദേവനെ വിളിച്ചുകൊണ്ട് വരുവാണ്. എന്നാന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ദേവൂട്ടിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ ഞാനത് എന്താണ് മേടിച്ച് വെച്ചേക്കണേന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. വിതുക്കുട്ടനും ഇടയ്ക്ക് തോന്നുന്നു. അപ്പോൾ അണ്ണായിയും ദർശനും ഏബലൊക്കെ ഉണ്ട്. കിച്ചൂട്ടീനെ നമ്മൾ വിളിച്ചതാട്ടോ. അവൻ അമ്മ വീട്ടിൽ പോയിക്കൊണ്ട് വന്നില്ല. അപ്പം ഞാൻ ദേവനെ അടുത്തിരുത്തിയിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളി ആദ്യം അത് തുറന്ന് നോക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തുറക്കണ്ട, നീ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് കൂടെ ഉടനെ താങ്ക് യു പറഞ്ഞു.
ഇതൊക്കെ അടിപൊളിയായിരുന്നു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ. വിധുക്കൂടെ നന്നായിട്ട് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് പകുതി ആശം. സാധാരണ ദേവനാണെങ്കിൽ ഇങ്ങനെ JCB ഒക്കെ കാണുമ്പോൾ കേക്ക് മുറിക്കുകയില്ല, JCB വലിച്ച് എടുക്കാനേ നോക്കാറുള്ളൂ. അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. ആദ്യത്തെ ഒരു ട്രിപ്പ് അനുമോളുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല കേക്കായിരുന്നു. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അനുമോൾ ദേ കേക്ക് കട്ട് ചെയ്ത് പിള്ളേർക്കും നമുക്ക് വന്നവർക്കൊക്കെ കൊടുക്കണം. ചേട്ടായുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് വെളിയിൽ, അപ്പോൾ അവർക്കും കൊടുക്കുന്ന. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളവരാട്ടോ. വിജിച്ചിറ്റ, പ്രമീളാമ്മ, ഇത് ദർശൻ, ഏബൽ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട് നമ്മുടെ ഉണ്ണി ഫ്ലാഷ് അടിക്കുവാട്ടോ എടുക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയെന്നു വെച്ചാൽ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കേക്ക് മുറിച്ചത്. ചേച്ചിയൊക്കെ വരാൻ ഒത്തിരി ലേറ്റായി. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാണ് കേക്ക് മുറിച്ചത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വാവച്ചതിന് വഴക്കിടുവാണ്. വഴക്കല്ല, പറയുവാണ് എടുക്കല്ലേ എന്ന്. അപ്പോൾ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ബിരിയാണി, ചെറുലാസ് ചിക്കൻ, അച്ചാറൊക്കെ ആയിരുന്നു. ആദ്യം പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ വിജിച്ചിട്ട് പറയുകയാണ് ഞാൻ തന്നെ ഇരുന്ന് കഴിക്കണം, അപ്പോൾ എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയൊക്കെ ഇരുന്നു കേട്ടോ. അമ്പിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വിശ്വ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ചേട്ടായുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് ചിറ്റൻ വീഡിയോ എടുക്കണമുണ്ട്, തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്, ഹായ് പറഞ്ഞുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വിളിച്ചവരൊക്കെ ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. എനിക്ക് ആ ഗിഫ്റ്റിൻ്റെ വീഡിയോ കൊടുക്കണം ഒന്നും എടുക്കാൻ പറ്റില്ല. അതായത് വന്നവർ വിധുക്കൂട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തായിരുന്നു ഗിഫ്റ്റ്. അപ്പോൾ അത് ഷീലാമ്മ തുറന്ന് നോക്കുവാണ്. വാവച്ച് തന്ന ഉടുപ്പാണ് ഇട്ടേക്കണം അവൻ. ഇത് ചിറ്റ അനുമോളൊക്കെ തന്നത്. ഇപ്പം ഞാൻ എടുക്കണത് ചേച്ചി മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ലാസ്റ്റാണ് വിധുക്കൂട്ടൻ ഇടുന്നത് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പുള്ളി ഓരോന്നൊക്കെ പറഞ്ഞ് ഒക്കെ കഴിക്കുവാണ്. പുള്ളി ആകെ ടയേർഡായി എല്ലാവരുമായിട്ട് കളിച്ചൊക്കെ. അപ്പോൾ ദേവനെ പിന്നെ വിശക്കണം എന്ന് പറഞ്ഞ് പുള്ളി ഇരുന്നു. ചേട്ടനും അനിയനും കൂടി. ഞങ്ങൾ ഇതിനിടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും ചേച്ചി അമ്മയും കൂടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഓരോ മൊമെൻറ്റ്സ്. പിന്നെ നമ്മുടെ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതാണ്. നമുക്ക് കേക്ക് തന്നത് സന കേക്ക്സ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കേക്കായിരുന്നു. ഞാനത് എടുത്ത് പറയണം എന്നാന്ന് വെച്ചാൽ, ഞാൻ എന്താണോ ആ ചേച്ചിയോട് പറഞ്ഞത് അത് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. മധുരാണെങ്കിലും ഡെക്കറേഷനാണെങ്കിലും അതിലെ ഓരോ കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്താടാ വേണ്ടത്, അങ്ങനെയൊക്കെ നല്ലൊരു അടിപൊളി കേക്കായിരുന്നു, ഒന്നും പറയാനില്ല. ഹലോ ഗായ്സ്, അപ്പോൾ വൈൻഡപ്പ് എടുക്കണത് ഞാനിപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യം കേട്ടോ. ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തു, സേവ് ചെയ്തു, പിന്നെ അന്നേരം ഈ ക്ലിപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ ഏതാണ്ട് ഒരു 2-3 വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ ഫോണിൽ സ്പേസ് ഇല്ലാണ്ട് നമ്മൾ വൈൻഡപ്പ് എടുത്ത വീഡിയോ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിത് 4ാമത്തെ പ്രാവശ്യം എടുക്കണം. ഞാൻ പറഞ്ഞ് മടുത്ത് ഗൈസ്. അപ്പോൾ പറയാൻ വന്നത് വിധുക്കുട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോയുടെ കാര്യമാണ്. ബർത്ത്ഡേ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അടിച്ച് പൊളിച്ച് ബർത്ത്ഡേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു. അതിൽ ഒരുപടി ഗംഭീരമായിരുന്നു. നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിധുക്കുട്ടൻ നമ്മൾ അത്യാവശ്യം കുറച്ച് പേരെ വിളിച്ചിട്ട്, നമ്മൾ വേണ്ടപ്പെട്ടവരെ ഫാമിലിയിലുള്ളവരെ മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ ലാസ്റ്റ് നിമിഷമാണ് നമ്മുടെ അടുത്തുള്ളവരെയൊക്കെ 2-3 വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വിളിച്ചവരെല്ലാവരും വന്നു. നമ്മൾ ആ നിമിഷം വിളിച്ചെന്ന് ഓർത്തവരാരും വരാണ്ടിരുന്നില്ല. അപ്പോൾ വന്നവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഡേ നല്ല രീതിയിൽ നല്ല ഹാപ്പിനെസ് ഉള്ളൊരു മൊമെൻ്റ് ആക്കി തന്നതിന് വന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളും അടിപൊളിയായിരുന്നു, കേക്ക് അടിപൊളിയായിരുന്നു. ഫുഡും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫുഡ് അത്ര പോരായിരുന്നു ഗൈസ്, ഫുഡ് പാളിപ്പോയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്ര എമൗണ്ടിൽ വെക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറിയാണേലും അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ കഴിച്ചവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളായിരുന്നു. കഴിച്ചവരൊക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. കേക്കും അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, വിധുക്കുട്ടനും ഒക്കെ സേഫായിട്ടിരിക്കുന്നു. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വീഡിയോയുടെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ക്യാമറയും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുമല്ല അതിനുള്ള ശീലവും ഇല്ല, മറന്നും പോയി. അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിൽ നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് പറ്റിയതൊക്കെ ഞാൻ എടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളുമൊക്കെ പൊട്ടിച്ചതും അതിനകത്തുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിധുക്കുട്ടനൊരു സൈക്കിളായിരുന്നു കേട്ടോ കൊടുത്തത്. സൈക്കിൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ സൈക്കിൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിട്ടില്ല, ചുങ്കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കുറച്ച് ഡിലേ ആയിപ്പോയി ഡെലിവറി, അതുകൊണ്ടാണ്. പിന്നെ വേറെ ഒന്നുമില്ല. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പുറകെ കാണുന്നത് പുൽക്കൂടാട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം, ഉടനെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ. ഞാൻ മടുത്ത് ഗൈസ് വൈൻഡപ്പ് എടുത്തത്, അതുകൊണ്ടാണ്. ഞാൻ നല്ല രീതിയിലൊക്കെ വൈൻഡപ്പ് എടുത്തിട്ടതാണ്. അപ്പോൾ ടാറ്റാ.
വേറൊരു കാര്യം പറയാൻ വന്നത്, നമുക്ക് കേക്ക് തന്നത് സന കേക്ക്സ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. വന്നവർക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി. കാരണം ഷുഗർ പേഷ്യൻസ് ഒക്കെ നമുക്കുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഷുഗർ പേഷ്യൻസ് ആണ്. അവർക്കും ഒക്കെ തിന്നാൻ, അതായത് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള മധുരവും കാര്യങ്ങളുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. സന കേക്ക്സ് നമ്മുടെ തലയോലപ്പുറം ഏരിയ, അതായത് മറവന്തൂരത്തിൽ മണീശ്ശേരി അമ്പലത്തിനടുത്താട്ടോ സന കേക്ക്സ് വരുന്നത്. അതായത് അതിൻ്റെ ഓപ്പോസിറ്റാണ് അവരുടെ വീട്. അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അധികം മെൻഷൻ ചെയ്യാം. അടിപൊളിയായിരുന്നു. ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ചേച്ചി എനിക്ക് ചെയ്ത് തന്നത് കേട്ടോ. ഞാൻ ചേച്ചിയോട് ഒരു 1 kg കേക്കാണ് പറഞ്ഞത്. പക്ഷേ ചേച്ചി ചെയ്ത് വന്നപ്പോൾ 3 ലെയർ ഇതിൻ്റെ അടുത്ത് ചേച്ചി 5 ലെയർ ഇട്ടാണ് എനിക്ക് ചെയ്ത് തന്നത്. ചേച്ചിക്ക് ഒത്തിരി വർക്കുണ്ടായിരുന്നു. അപ്പോൾ റിലേ ഒക്കെ പോയെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി എന്താണോ എന്നോട് പ്രൈസ് പറഞ്ഞത് ആ പ്രൈസ് ആട്ടോ ചേച്ചി മേടിച്ചത്. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഒന്നുമില്ല. വിതുക്കുട്ടൊരു JCB ലവർ ആയതുകൊണ്ട് നമ്മൾ JCBയുടെ തീമിലാണ് ചെയ്യാൻ പറഞ്ഞത്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇവിടെയുള്ളവർക്ക് കേക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ചേച്ചീനെ ബുക്ക് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ. ചേച്ചിയുടെ കേക്ക് അത്രയ്ക്ക് അടിപൊളിയാണ്. അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ അടിപൊളിയാണെന്ന് പറയണം കേട്ടോ.